നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഗതാഗതം തടയാൻ കെട്ടിയ കയറിൽ കുരുങ്ങി യുവാവ് മരണപ്പെട്ട സംഭവം. നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആവശ്യം. അതേസമയം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സിയാദിൻ്റെ മരണത്തോടെ ഒറ്റപ്പെട്ടത് ആ കുടുംബമാണ്. കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു സിയാദ്. മരം മുറിക്കുന്നതിനായി ഗതാഗതം തടഞ്ഞ് റോഡിനു കുറുകെ വലിച്ചു കെട്ടിയ കയറിൽ കുരുങ്ങി കഴിഞ്ഞ ദിവസമാണ് യുവാവ് മരണപ്പെട്ടത്. ബൈക്ക് യാത്രികനായ തകഴി കുന്നുമ്മ കുറുപ്പഞ്ചേരിയിൽ 32-കാരനായ സിയാദാണ് മരിച്ചത്. സെയ്ദ് കുഞ്ഞിൻ്റെയും ഐഷയുടെയും മകനാണ് സിയാദ്. ഒപ്പം യാത്ര ചെയ്ത ഭാര്യയും 2 മക്കളും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് മുത്തൂർ കുറ്റപ്പുഴ റോഡിൽ മുത്തൂർ ഗവൺമെൻറ് LP സ്കൂളിന് സമീപമായിരുന്നു അപകടം. സ്കൂൾ വളപ്പിൽ അപകടകരമായി നിന്ന മരങ്ങൾ വെട്ടാൻ തിരുവല്ല നഗരസഭ കരാർ നൽകിയിരുന്നു. മരം മുറിക്കുന്നതിനിടെ ചില്ലകൾ റോഡിലേക്ക് വീഴാനിടയുള്ളതിനാൽ വാഹന ഗതാഗതം തടയുന്നതിനാണ് റോഡിന് കുറുകെ ഇരുഭാഗത്തും പ്ലാസ്റ്റിക് കയർ കെട്ടിയത്. രാവിലെ 10 മുതൽ പണികൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും റോഡിൽ മുന്നറിയിപ്പ് നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. നിയന്ത്രണമുണ്ടെന്ന് അറിയാതെ ബൈക്കിലെത്തിയ സിയാദിൻ്റെ കഴുത്തിൽ കയർ തട്ടുകയായിരുന്നു. നിലത്ത് വീണ് പരിക്കേറ്റ സിയാദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പെയിൻറ്റിംഗ് തൊഴിലാളിയായ സിയാദും കുടുംബവും പായിപ്പാട്ടുള്ള സഹോദരി ഷമിയുടെ വീട്ടിൽ പോയി മടങ്ങി വരും വഴിയായിരുന്നു അപകടം. ഖബറടക്കം ഇന്ന് കുന്നുമ്മ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ. ഭാര്യ ഷിബിന, മക്കൾ മുഹമ്മദ് സഫ്രാൽ, നൂറുൽ നിസ. മരം മുറിക്കുന്നതിനായി KSEB വൈദ്യുത ലൈൻ അഴിച്ചു മാറ്റിയിരുന്നു. മരം മുറിക്കുന്ന കാര്യവും ഗതാഗതം തടയുന്ന കാര്യവും PWDയെയോ പോലീസിനെയോ അറിയിച്ചിരുന്നില്ല. എന്നാൽ ഇക്കാര്യം വിവിധ വകുപ്പുകളെ അറിയിച്ചിരുന്നെന്ന് തിരുവല്ല നഗരസഭ അധ്യക്ഷ അനു ജോർജ് പറയുന്നു. കരാറുകാരനും തൊഴിലാളികൾക്കുമെതിരെ കേസെടുത്തെന്ന് DYSP പറയുന്നു. പ്രതികളെന്ന് സംശയിക്കുന്ന 6 പേരെ ഇന്നലെ രാത്രിയോടെ തന്നെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്താതെ മരം മുറിച്ചു നീക്കാൻ കിട്ടിയ വടം കഴുത്തിൽ കുടുങ്ങിയുണ്ടായ അപകടത്തിൽ യുവാവിൻ്റെ ദാരുണ മരണം നിർധന കുടുംബത്തിൻ്റെ ഏക ആലംബമാണ് ഇല്ലാതാക്കിയത്. നാടിൻ്റെയും സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവനായിരുന്നു സിയാദ്. ഭാര്യ സീനാമോൾ, മക്കളായ മുഹമ്മദ് സഫ്രാൽ, നൂറുൽ നിസ എന്നിവരോടൊപ്പം ബൈക്കിൽ തകഴിയിലേക്ക് വരുമ്പോഴായിരുന്നു സിയാദിൻ്റെ കഴുത്തിൽ വടം കുടുങ്ങിയത്. ഭാര്യയുടെയും മക്കളുടെയും കൺമുന്നിൽ സിയാദ് ഓർമ്മയായി. സീനാമോളും മക്കളും ആശുപത്രിയിൽ ചികിത്സ തേടി. പെയിൻറ്റിംഗ് തൊഴിലാളിയായി സിയാദ് ജോലിക്ക് പോയി കിട്ടുന്ന വേതനമായിരുന്നു കുടുംബത്തിൻ്റെ ഏക വരുമാനം. മാതാപിതാക്കളായ സെയ്ദ് കുഞ്ഞും ഐഷയും സിയാദിനും കുടുംബത്തിനും ഒപ്പമായിരുന്നു താമസം. മകൻ്റെ വേർപാട് മാതാപിതാക്കൾക്കും തീരാ നൊമ്പരമായി. സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ വരാമെന്ന് മാതാപിതാക്കൾക്ക് വാക്ക് നൽകിയ സിയാദിൻ്റെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.